അടുത്തൊരു ചോദ്യം, ഒരു യാത്രക്കാരൻ ജുമാ നമസ്കരിച്ചു. ആ ജുമാ നമസ്കാരത്തിൻ്റെ കൂടെ അസ്ർ നമസ്കാരം ജംഉ തഖ്ദീം ചെയ്ത് നമസ്കരിക്കൽ അനുവദനീയമാണോ എന്നാണ്. ഈ ചോദ്യവും വളരെ കാലിക പ്രസക്തമായൊരു ചോദ്യമാണ്. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് ഒരു യാത്രക്കാരൻ, ആ യാത്രക്കാരൻ ജുമയിൽ പങ്കെടുക്കുകയും എന്നിട്ട് ആ ജുമാക്ക് ശേഷം അസ്ർ നമസ്കാരം ജുമയിലേക്ക് ജംഉ തഖ്ദീം ചെയ്ത് നിസ്കരിക്കൽ അനുവദനീയമാണോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിർബന്ധമില്ല. ആ ജുമുഅക്ക് പകരം ളുഹർ നിസ്കരിച്ചാൽ മതിയാവും. അതാണ് യാത്രയുടെ ഒരു മര്യാദ. ളുഹർ നിസ്കരിക്കാം, വേണമെങ്കിൽ ഖസ്റും ചെയ്യാം. യാത്രക്കാരനാണല്ലോ, ഖസ്ർ ചെയ്ത് 2 റക്അത്ത് ളുഹർ നിസ്കരിക്കാം, അതിൻ്റെ കൂടെ ജംഉ തഖ്ദീമായി അസ്ർ 2 റക്അത്ത് നമസ്കരിക്കാം. ഇതാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, ആ യാത്രക്കാരൻ ഒരു നാട്ടിൽ പ്രവേശിക്കുകയും ആ നാട്ടിൽ ജുമാ നടക്കുമ്പോൾ അതിൽ അവൻ സംഘടിക്കുകയും ചെയ്താൽ, ആ ജുമായിൽ സംബന്ധിക്കുകയും ചെയ്താൽ അവൻ ജുമാ നിസ്കരിക്കണം. ജുമാൻ്റെ കൂടെ അസ്റിനെ ജമ്മാക്കാൻ അനുവാദമില്ല. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കാരത്തെയും അസ്റിനെയും ജംഉ ആക്കി നമസ്കരിച്ചു. അതുപോലെ മഗ്രിബും ഇശാഉം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംഉ ആക്കി നമസ്കരിച്ചു. ജുമാൻ്റെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ ജംഉ ചെയ്ത് നമസ്കരിച്ചിട്ടില്ല. കാരണം ജുമുഅ ളുഹറല്ല, ളുഹറിൻ്റെ കൂടെയാണ് അസ്റിനെ ജംഉ ചെയ്യേണ്ടത്. ജുമുഅ മുസ്തഖില്ലായ സ്വതന്ത്രമായ ഒരു നമസ്കാരമാണ്. ഏകദേശം 20ഓളം മസ്അലകളിൽ ജുമുഅ ളുഹറിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ളുഹറിൻ്റെ ഹുക്മ് ജുമുഅക്ക് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ജുമുഅയുടെ കൂടെ അസ്റിനെ ജംഉ ചെയ്യലും അനുവദനീയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ജംഉ ചെയ്തിട്ടില്ല. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു സഹാബി പരാതി പറഞ്ഞു, റസൂലെ മഴയില്ല, പ്രയാസത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ നിന്ന് ദുആ ചെയ്തു. സഹാബാക്കൾ പറയുന്നത്, അവർ ജുമുഅ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വഴി മുഴുവനും ചളിയായിരുന്നു, മഴ കാരണം. അത്രയും വലിയ മഴയായിരുന്നു ജുമുഅക്ക് ശേഷം. എന്നിട്ട് അവർ മഴ എന്നുള്ളത് നിസ്കാരം ജംഉ ചെയ്യാൻ കാരണമാണ്. കഴിഞ്ഞ ഫത്വ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മഴ നിസ്കാരം ളുഹർ അസ്റിലേക്ക് ജംഉ ചെയ്യാനുള്ള കാരണമാണ്. എന്നിട്ടും കൂടി റസൂലുള്ളാഹി തങ്ങൾ മഴയുണ്ടായിട്ട് ജുമുഅയുടെ കൂടെ അസ്റിനെ ജംഉ ചെയ്തിട്ടില്ല. അതേപോലെ സഹാബി പറയാൻ, ഒരാഴ്ച തുടർച്ചയായി മഴ പെയ്തു. അടുത്ത ആഴ്ച നമ്മൾ ജുമുഅക്ക് വരുമ്പോൾ മഴ കാരണം, ചളി കാരണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ തന്നെ പ്രയാസമായിരുന്നു. എന്നിട്ട് അവർ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോയി. ജുമുഅ നിസ്കാരം കഴിഞ്ഞു. മഴയും ചളിയും രണ്ടും ജംഉ ചെയ്യാനുള്ള കാരണമാണ്. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങൾ ആ ജുമുഅൻ്റെ കൂടെ അസ്ർ നിസ്കാരം ജംഉ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയും മഴ നിൽക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഈ സംഭവമാണ് ഇവിടെ നമുക്ക് തെളിവ്. ജുമുഅൻ്റെ കൂടെ അസ്ർ നിസ്കാരം ജംഉ ചെയ്യൽ അനുവദനീയമല്ല. എന്നങ്ങനെ സന്ദർഭമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? ജുമുഅ നിസ്കരിക്കണ്ട, പകരം ളുഹർ നിസ്കരിക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ അസ്റിനെ ജംഉ ചെയ്യാം. ഇപ്പോൾ ളുഹർ ഇമാമിൻ്റെ കൂടെ ജുമുഅ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം എഴുന്നേൽക്കുക, ളുഹർ പൂർത്തിയാക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ അസ്റിനെ ജംഉ ചെയ്ത് നമസ്കരിക്കാം. ഇതാണ് ചില പണ്ഡിതന്മാരൊക്കെ അതിന് നൽകിയിട്ടുള്ള പ്രതിവിധി. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.